വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. നമ്മളിന്ന് സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് മിഡീവൽ ഇന്ത്യ. അപ്പോൾ മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട രാജവംശങ്ങളെ പറ്റിയിട്ടാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നിങ്ങൾക്ക് അർത്ഥം പറഞ്ഞു തരിക എന്നുള്ളൊരു കാര്യമല്ല. നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ ചാപ്റ്റർ പഠിക്കേണ്ടത്, ഏതൊക്കെ പോയിന്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടുപേര് ഇരുന്ന് പഠിക്കുന്നു എന്ന് മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ രണ്ടുപേര് നമ്മൾ ഇരുന്ന് എന്ത് ചെയ്യാണ്, നമ്മൾ ഈ ഒരു ചാപ്റ്റർ അങ്ങോട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പോയിന്റാണ് അതിനകത്ത് കാണാതെ പഠിച്ചു വെക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കി വെക്കേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ക്ലാസ് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം. അതുപോലെ തന്നെ ഈ പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു PDF നോട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ നോട്ടാണ്. അപ്പോൾ ഈ ഒരു നോട്ട് നിങ്ങൾക്ക് PDF ഫ്രീ ആയിട്ട് കിട്ടും. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു ലിങ്ക് കാണാൻ പറ്റും. അത് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കാണ്. ആ ടെലഗ്രാം ചാനലിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനലിലെ ഫയൽസിൻ്റെ സെക്ഷനിൽ പോയാൽ നിങ്ങൾക്ക് ഈ പറയുന്ന നോട്ടുകൾ കിട്ടും. ഇത് മാത്രമല്ല, നമ്മുടെ ഈ പറയുന്ന ക്ലാസ്സിൽ ഇനി വരുന്ന സയൻസ്, സോഷ്യൽ സയൻസിനകത്തുള്ള ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും നോട്ട്, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസും അതുപോലെയുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ ആ ഒരു ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് കിട്ടാനായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് പൈസ ഒന്നും ചിലവാക്കേണ്ട, ആകെ ഇത്ര മാത്രം ചെയ്യുക, ആ ചാനലിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ഇനിയും ഇതുപോലത്തെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലോ. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, മിഡീവൽ ഇന്ത്യയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മിഡീവൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ നമ്മുടെ മിഡീവൽ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സുൽത്താനേറ്റ് പീരീഡൊക്കെ വരും. നമുക്ക് അതിലോട്ടൊന്നും പോകണ്ട. നമ്മുടെ ഇന്ത്യ വളരെ പണ്ട് കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ ഡൽഹി ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന, ഈ ഒരു ഭാഗത്ത് ഭരിച്ചിരുന്ന മുഗൾ സാമ്രാജ്യം, അല്ലെങ്കിൽ നമ്മുടെ അക്ബർ, ബാബർ, അതുപോലത്തെ മുഗൾ സാമ്രാജ്യവും ഈ സൗത്ത് ഇന്ത്യയിൽ ഭരിച്ചിരുന്ന വിജയനഗര എന്ന് പറയുന്ന രണ്ട് സാമ്രാജ്യങ്ങളുണ്ടായിരുന്നു. അവരെ പറ്റി മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. മിഡീവൽ പീരീഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറെയും കുറേ കാര്യം വരും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആവശ്യമുള്ള പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് പിക്ചേഴ്സ് കാണാൻ പറ്റും അല്ലേ. ഈ പറയുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതെന്താണ്, ഇത് നമ്മുടെ ഡൽഹിയിലെ റെഡ് ഫോർട്ടാണ്. എടുത്ത് തന്നെ പറയണം, ഇതെന്താണ്, ഇത് നമ്മുടെ ഡൽഹിയിലെ റെഡ് ഫോർട്ടാണ്. അപ്പോൾ റെഡ് ഫോർട്ട് ഞാൻ ഡൽഹിയിലെ നിന്ന് എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണ്, റെഡ് ഫോർട്ട് രണ്ടെണ്ണം ഉണ്ട് അല്ലേ. ഡൽഹിയിൽ ഒരെണ്ണമുണ്ട്, ആഗ്രയിൽ ഒരെണ്ണമുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് എന്താണ്, ഇത് ഡൽഹിയിലെ റെഡ് ഫോർട്ടാണ്. ഇത് ആരാ പണി കഴിപ്പിച്ചത്, ഈ റെഡ് ഫോർട്ട് പണി കഴിപ്പിച്ചത് ഒരു മുഗൾ റൂളറാണ്. ആ റൂളറിൻ്റെ പേരാണ് എന്ത്, ഷാജഹാൻ. ആരാണ്, ഷാജഹാൻ. അപ്പോൾ ഷാജഹാൻ പണി കഴിപ്പിച്ച റെഡ് ഫോർട്ട് ഇവിടെ കാണാം. തൊട്ട് ഇപ്പുറത്ത് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഹംപിയാണ്. ഹംപി നമ്മൾ ഈ അടുത്ത സിനിമയിലൊക്കെ അല്ലേ, ആൾക്കാർ ടൂറൊക്കെ പോകുന്ന ഒരു സ്ഥലമായിട്ട് നമ്മൾ കൃഷ്ണദേവരായയെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ കൃഷ്ണദേവരായയുടെ വിജയനഗരയിലെ ഹംപിയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ എന്താ ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, രണ്ട് പ്രധാനപ്പെട്ട രാജവംശങ്ങൾ ഇന്ത്യയിൽ മധ്യകാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്നു. ആരൊക്കെയാണത്, ഒന്ന് നമ്മുടെ മുഗൾ രാജവംശവും മറ്റൊന്ന് വിജയനഗരയും. ഇവരെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് കാണുന്ന നിങ്ങൾ എന്തൊക്കെ പോയിന്റ് ഓർത്ത് വയ്ക്കണം, അതാണല്ലോ ഇമ്പോർട്ടൻ്റ് അല്ലേ. ഇത് വായിച്ചു നോക്കി നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവും. പക്ഷേ ഈ ഒരു പാരഗ്രാഫ് വായിച്ച ഒരു കുട്ടി എന്ത് പോയിന്റാണ് ഓർത്ത് വയ്ക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറയും രണ്ട് പോയിന്റ് ഓർത്ത് വയ്ക്കണം. ഒന്ന്, റെഡ് ഫോർട്ട് എന്ന് പറയുന്ന കോട്ട. ഓക്കെ, റെഡ് ഫോർട്ട് എന്ന് പറയുന്ന കോട്ട ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഇത് ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓർത്ത് വയ്ക്കണം. ഇത് പണി കഴിപ്പിച്ചത് ആരാണ്, ഇത് ഷാജഹാനാണ് പണി കഴിപ്പിച്ചത്. ആരാണ്, ഷാജഹാൻ. ഇനി ഈ പറയുന്ന വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം എവിടെയാണ്, അത് ഹംപിയാണ്. ഈ രണ്ട് പോയിന്റ് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ എന്തിലോട്ട് പോവാണ്, മുഗൾ സാമ്രാജ്യത്തിലോട്ട് പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ആരെ പറ്റിയിട്ടാണ്, മുഗൾ രാജാക്കന്മാരെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ മുഗൾ രാജാക്കന്മാരെന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിലോട്ട് വരുന്ന മുഗൾ രാജാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാബറാണ്. ഓക്കെ, ആരാണത്, ബാബർ എന്ന് പറയുന്ന രാജാവാണ് ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. 1526 എന്ന് പറയുന്ന വർഷം. എവിടെയാണ്, ഏത് വർഷമാണ്, 1526. ഈ വർഷം കാണാതെ ഒന്നും പഠിക്കേണ്ട, അറിഞ്ഞിരുന്നാൽ മതി. ഈ വർഷം നമ്മുടെ ഹരിയാന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചൊരു യുദ്ധം നടക്കുകയാണ്. ഹരിയാനയിലെ പാനിപ്പത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചൊരു യുദ്ധം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിന് നമ്മൾ എന്ത് വിളിച്ചു, ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് വിളിച്ചു. ഈ പാനിപ്പത്ത് യുദ്ധത്തിൽ ഇവിടെ അന്ന് ഭരിച്ചിരുന്നത് ഒരു രാജാവുണ്ട്. ആ രാജാവിൻ്റെ പേര് ഇബ്രാഹിം ലോധി എന്നാണ്.
കാണാതെ ഇപ്പോഴേ പഠിച്ചു വെക്കേണ്ട, കഥ അറിഞ്ഞാൽ മതി. ആരാണ്? ഇബ്രാഹിം ലോധിയാണ്. അപ്പോൾ ഈ ഇബ്രാഹിം ലോധിയെ ബാബർ വന്നിട്ട് എന്ത് ചെയ്യുന്നു? യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നു. അങ്ങനെ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി 1526 ഇന്ത്യയിൽ എന്ത് വരുന്നത്? മുഗൾ സാമ്രാജ്യത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. 1526 എവിടെ വെച്ച്? പാനിപ്പത്ത് എന്ന് പറയുന്ന സ്ഥലം ഹരിയാനയിലാണ്. അവിടെ വെച്ച് നടക്കുന്ന ബാറ്റിൽ ഓഫ് പാനിപ്പത്തിൽ ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ച് ബാബർ എന്ത് ചെയ്യുന്നു? അധികാരത്തിലേക്ക് വരുന്നു. അങ്ങനെ ഈ 1526 സ്റ്റാർട്ട് ചെയ്ത് 1857 വരെ എന്ത് ചെയ്യുന്നു? ഇത്രയും വർഷം ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിൽ ഡൽഹി ആസ്ഥാനമാക്കി ഭരിക്കുന്നത് ആരാണ്? അത് മുഗൾ സാമ്രാജ്യമാണ്. ഈ മുഗൾ സാമ്രാജ്യത്തിൽ കുറേ രാജാക്കന്മാരുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പേരെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്? മുഗൾ സാമ്രാജ്യം ആരംഭിക്കുന്നത് 1526 1857 വരെയാണ് അവർ ഭരിച്ചിരുന്നത്. 2 പോയിന്റ് സെറ്റാണ്. അപ്പോൾ മുഗൾ രാജാക്കന്മാരെന്ന് പറയുന്ന മുഗൾ റൂൾ എന്ന് പറയുന്നത് തുടങ്ങുന്ന എപ്പോഴാണ്? 1526 ഏതുവരെ എക്സിസ്റ്റ് ചെയ്യുന്നു? 1857 ബ്രിട്ടീഷുകാർ ഇന്ത്യ പിടിച്ചടക്കുന്നത് വരെ എന്താണ്? മുഗൾ സാമ്രാജ്യമാണ് നമ്മുടെ ഭരിക്കുന്നത്. അതിൽ ഒരുപാട് റൂളേഴ്സ് ഉണ്ട്. അതിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു 6 പേരെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ഈ പറയുന്ന രാജവംശം ആരംഭിച്ച ബാബർ. ആരാണ് ബാബർ? മുഗൾ സാമ്രാജ്യം ഇന്ത്യയിൽ ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ മകൻ ഹുമയൂൺ. ഹുമയൂണിൻ്റെ ബ്രാക്കറ്റ് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും, 2 വർഷങ്ങൾ കിടക്കുന്നുണ്ട്. കണ്ടോ? അതായത് ഈ ഹുമയൂൺ എന്ന് പറയുന്ന ബാബർ എന്ന് പറയുന്ന ആൾ ഈ ഇന്ത്യക്ക് 1526 വരുന്നു. 1530 ആകുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അസുഖം വന്ന് മരിക്കുന്നു. മകനായ ഹുമയൂണിനെ ഭരണം ഏൽപ്പിക്കുന്നു. ഹുമയൂൺ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 1530 തൊട്ട് 1540 വരെ 10 കൊല്ലം ഭരിക്കുമ്പോഴത്തേക്കും ഷെർഷാ സൂരി എന്ന് പറയുന്ന രാജാവ് വന്നിട്ട് ഇയാളെ തോപ്പിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് പോകും. ഇപ്പോൾ ഡൽഹിയിൽ കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ചു എന്ന് പോലെ പിന്നെ അങ്ങനെ എന്ത് ചെയ്യും? അഫ്ഗാനിസ്ഥാൻ അങ്ങോട്ട് പോയിട്ട് അവിടെ ചെറിയ സ്ഥലങ്ങളൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. തിരിച്ച് 1555 അദ്ദേഹം എന്ത് ചെയ്യും? തിരിച്ച് വീണ്ടും അദ്ദേഹത്തിൻ്റെ പടയൊക്കെ കൊണ്ടുവന്ന് അറ്റാക്ക് ചെയ്ത് ഈ പറയുന്നവരെ തോപ്പിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഭരണത്തിലേക്ക് വരുന്നു. പക്ഷേ കഷ്ടകാലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1555 വരുന്ന പാവം തൊട്ടടുത്ത വർഷം 1556 വെച്ച് മരിക്കുന്നതിലാണ് കോമഡി ഇരിക്കുന്നത്. നമ്മൾ വിചാരിക്കും രാജാവല്ല യുദ്ധമൊക്കെ ചെയ്ത് മരിച്ചതായിരിക്കും. എന്നല്ല, പടിയിൽ നിന്ന് തെന്നി വീണാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഹുമയൂൺ രാജാവ് മരിക്കുന്നത്. എങ്ങനെയാണ്? പടിയിൽ നിന്ന് തെന്നി വീണ് മരിക്കുന്നു. അപ്പോഴത്തേക്കും എന്ത് പറ്റും? ചെറിയ പ്രായത്തിൽ തന്നെ അക്ബർ എന്ത് ചെയ്യുന്നു? ചക്രവർത്തി ഭരണത്തിലേക്ക് വരുന്നു. അക്ബർ ചക്രവർത്തി അത്യാവശ്യം നല്ല രീതിയിൽ ഭരിക്കുന്നു. മുഗൾ സാമ്രാജ്യത്തിലെ ഏറ്റവും ഇംപ്രസീവ് ആയിട്ടുള്ള ഏറ്റവും കിടിലം ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആരാണ്? അക്ബറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നതും ആരെ പറ്റിയാണ്? അക്ബർ ചക്രവർത്തിയെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം എന്ത് ചെയ്യുന്നു? ജഹാംഗീർ വരുന്നു. അതിനുശേഷം ഷാജഹാൻ വരുന്നു. ഈ ഷാജഹാനാണ് തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞ റെഡ് ഫോർട്ട് പണി കഴിപ്പിച്ചത്. അതിനുശേഷം ഔറംഗസേബ് എന്ത് ചെയ്യുന്നു? വരുന്നു. ഔറംഗസേബൊക്കെ വരുന്ന സമയത്ത് ബ്രിട്ടീഷുകാരും ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു? ആ അധികാരമൊക്കെ പിടിച്ചെടുത്ത് തുടങ്ങുന്ന സമയമാണ്. പിന്നീട് അങ്ങോട്ട് വന്ന മുഗൾ റൂളേഴ്സ് പലരും എന്തായിരുന്നു? അത്ര കഴിവുള്ള ആൾക്കാരൊന്നും ആയില്ല. ഏറ്റവും അവസാനം ബഹദൂർ ഷാ എന്ന് പറയുന്ന റൂളറിനെ എന്ത് ചെയ്യുന്നു? റംഗൂണിലോട്ട് നാട് കടത്തിക്കൊണ്ട് മുഗൾ സാമ്രാജ്യം എന്ത് ചെയ്യുന്നു? 1857 അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താ പഠിക്കേണ്ടത്? നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭരണം ആരംഭിക്കുന്നത് എപ്പോഴാണ്? 1526 ഏത് വരെ? 1857 വരെ. റൂളേഴ്സിൻ്റെ പേരൊന്ന് ഓർത്ത് വയ്ക്കണം. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ആദ്യം പേര് പഠിക്കുക, പിന്നെ എന്തെന്ന് ഓർത്ത് വയ്ക്കുക? BHAJ ബജ് എന്താണ്? ബജ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ഇത് ഞാൻ പഠിച്ച കാലം തൊട്ട് പറയുന്ന കോഡാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടണമെന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണെന്ത്? മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഫസ്റ്റ് പോയിന്റ്. അപ്പം മുഗൾ റൂള് 1526 1857. പ്രധാനപ്പെട്ട 6 റൂളേഴ്സ് എന്താണ്? BHAJ ഭജ് സ എന്താണ്? ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. അതിലേറ്റവും പ്രോമിനൻ്റ് റൂളർ ആരാണ്? നമ്മുടെ അക്ബർ ചക്രവർത്തിയാണ്. അക്ബർ ചക്രവർത്തിയെ പറ്റിയിട്ട് ഒരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഹിന്ദിയിൽ. ജോധ അക്ബർ എന്നാണ് സിനിമയുടെ പേര്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ അക്ബർ ചക്രവർത്തിയൊക്കെ ഭരിക്കുമ്പോൾ നോക്കിയത് ഇത്രയും ഏരിയ എന്ന് പറയുന്ന ആരുടെ കയ്യിലായിരുന്നു? മുഗൾ സാമ്രാജ്യത്തിൻ്റെ കയ്യിൽ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എത്ര ഏരിയ ഇതാ കണ്ടോ? ഇത്രയും ഏരിയ. അപ്പോൾ ഇവിടെ നിന്നൊരു ചോദ്യം വരും, ഏതൊക്കെ രാജ്യമായിരുന്നു മുഗൾ സാമ്രാജ്യത്തിൻ്റെ
കീഴിൽ വന്നിരുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാം, ഏതൊക്കെ സാമ്രാജ്യം, ഏതൊക്കെ രാജ്യം, ഇന്നത്തെ ഏതൊക്കെ രാജ്യമാണ് മുഗൾ കിങ്ഡത്തിൻ്റെ അടുത്ത് വന്നിരുന്നതെന്ന് ചോദിച്ചാൽ ഒന്ന് ഇന്ത്യ. പിന്നെ ദാ ഇവിടെ കാണുന്ന ഭാഗം ഏതാണ്? പാകിസ്ഥാൻ. ദാ ഇവിടെ കാണുന്ന കുഞ്ഞു ഭാഗം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. പിന്നെ ദാ ഇവിടെ കാണുന്ന ഭാഗം ഏതാണ്? ബംഗ്ലാദേശ്. ഇത്രയും ഭാഗങ്ങൾ ആരുടെ കീഴിലായിരുന്നു? അത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എവിടെ പോയി നമ്മുടെ വിജയനഗര സാമ്രാജ്യം? വിജയനഗര സാമ്രാജ്യം ദാ ഈ ഭാഗത്തുണ്ട്. ഇതൊരു മാപ്പല്ലേ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ വ്യത്യാസം വരും. പണ്ടത്തെ ഓരോ യാത്രക്കാരന്മാർ ഇവിടെ വന്നിട്ട് കണ്ട കാര്യങ്ങളൊക്കെ എഴുതിയത് പിന്നീട് നമ്മുടെ ആൾക്കാർ വായിച്ചുണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത്. ചെറിയ മിസ്റ്റേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും, ക്ഷമിച്ച് കളയുക. അപ്പോൾ ഇതാണ് എന്താ മുഗൾ കിങ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ മുഗൾ കിങ്ഡം ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ നമ്മളിവിടെ നിന്ന് എന്ത് ചെയ്യണം? പഠിച്ചു വയ്ക്കണം. റെഡ് ഫോർട്ട് എവിടെയാണ്? ആര് പണി കഴിപ്പിച്ചു? വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം എവിടെയാണ്? മുഗൾ സാമ്രാജ്യം വരുന്നത് ഏത് വർഷമാണ്? 1526. ഏത് വർഷം വരെ ഉണ്ടായിരുന്നു? 1857 വരെ. 6 പ്രധാനപ്പെട്ട രാജാക്കന്മാർ ആരൊക്കെയായിരുന്നു? ബാബർ, ഹുമയൂൺ അക്ബർ. ബാബർ, ഹുമയൂൺ അക്ബർ. ബാബർ, ഹുമയൂൺ അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. അവരുടെ വർഷം ഇപ്പം നിങ്ങൾ അത്രത്തോളം പഠിച്ചു വയ്ക്കേണ്ട, എന്നാലും ഈ ആദ്യത്തെ 2 വർഷങ്ങൾ മാത്രം എന്ത് ചെയ്യുക? മിനിമം ഓർത്ത് വയ്ക്കുക. അങ്ങനെ നമ്മൾ രാജാക്കന്മാർ ഏതാണ്? ഇവിടുത്തെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമാണ്. കണ്ടോ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? PDF ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി നടന്ന പാനിപ്പത്ത് യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ഇവിടുന്ന് ചുമ്മാ പറഞ്ഞതല്ല, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അഡീഷണൽ റീഡിംഗ് ആണ്. പഠിക്കണമെന്ന് അത്യന്തം താല്പര്യമുള്ള നിങ്ങൾ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളിത് വായിച്ചു നോക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ഈ പറയുന്ന നമ്മുടെ ആരാണ്? നമ്മുടെ ഈ പറയുന്ന ബാബർ ഉണ്ടല്ലോ, ബാബറിന് 2 വംശക്കാരുമായിട്ട് ബന്ധമുണ്ട്. അതായത് മംഗോളിയൻസിനെ പറ്റി നിങ്ങൾക്കറിയാം. ജംഗിസ് ഖാൻ എന്ന് പറയുന്ന മംഗോളിയനും അതുപോലെ തന്നെ എന്താണ് ടർക്കിഷ് റൂളറായിട്ടുള്ള തൈമൂർ. ഇവർ 2 പേരുടെയും പരമ്പരയിൽ നിന്ന് വരുന്ന ആളാണ് ആര്? നമ്മുടെ ബാബർ എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ പ്രബലരായിട്ടുള്ള 2 രാജവംശങ്ങളിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് തന്നെ ആൾ കുറച്ച് കിടിലമായിരുന്നു. അങ്ങനെ 1526 ലോധി സാമ്രാജ്യത്തിന് ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ജയിച്ച് ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആരെ പറ്റിയിട്ടാണ്? പ്രധാനപ്പെട്ട നമ്മുടെ മുഗൾ റൂളറായിട്ടുള്ള ആരെ പറ്റിയിട്ടാണ്? അക്ബർ ചക്രവർത്തിയെ പറ്റിയിട്ടാണ്. അപ്പോൾ ആരായിരുന്നു അക്ബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1556 മുതൽ 1605 വരെ നമ്മുടെ ഈ പറയുന്ന മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്നു അക്ബർ ചക്രവർത്തി എന്ന് പറയുന്നത്. അപ്പോൾ അക്ബർ ചക്രവർത്തിയെ പറ്റി നമ്മൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇവിടെ കണ്ടോ, ഇവിടെ ഈ പറയുന്ന അക്ബർ എന്ന് പറയുന്ന ചക്രവർത്തിയെ പറ്റിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞേക്കുകയാണ്. ഓക്കെ, ഒരു ജെസുയിറ്റ് പ്രീസ്റ്റ് ആയിട്ടുള്ള പിയറി ജാറിക് എന്ന് പറയുന്ന ഒരു യാത്രക്കാരൻ, അദ്ദേഹം അക്ബർ ചക്രവർത്തി 1605 മരിച്ചപ്പോൾ എഴുതിയ ഒരു കുറിപ്പാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ അന്നത്തെ അക്ബർ ചക്രവർത്തി എങ്ങനത്തെ രാജാവായിരുന്നു എന്ന് ഇതൊന്നും മാത്രമല്ല ഇതുപോലത്തെ പല ബുക്കുകളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അക്ബർ ചക്രവർത്തി നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല, അദ്ദേഹം കുറച്ച് കിടിലമാണെന്ന്. അപ്പോൾ എന്താണ്? അദ്ദേഹം ഒരു ഗ്രേറ്റ് എംപറർ ആയിരുന്നു, അദ്ദേഹം ഒരു വലിയ ചക്രവർത്തി ആയിരുന്നു. എന്ന് വെച്ചാൽ എന്തായിരിക്കും? അദ്ദേഹം വളരെയധികം പവർഫുള്ളും ഇൻഫ്ലുവൻഷ്യലുമായിട്ടുള്ളൊരു ലീഡർ ആയിരുന്നു. ഹീ ഈസ് ലവ്ഡ് ആൻഡ് റെസ്പെക്റ്റഡ് ബൈ ദ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താ? ആ നാട്ടിലെ ആൾക്കാരുടെ കണ്ണിലുണ്ണി ആയിരുന്നു ആര്? അക്ബർ ചക്രവർത്തി എന്ന് പറയുന്നത്. ഓക്കെ, Despite having a great command over his subject, they loved and respected him. അദ്ദേഹം മരിച്ചപ്പോൾ എന്ത് ചെയ്തു? നാട്ടുകാരൊക്കെ കരഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, എൻ്റെ അക്ബർ ചക്രവർത്തി എന്നെ പ്രാഗ് കാണുന്നു തോന്നണം. അപ്പോൾ എന്ത് പറ്റി? അക്ബർ ചക്രവർത്തി മരിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടം വന്നു. കാരണം എൻ്റെ കണ്ണ് നിറഞ്ഞ പോലെ അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം എന്ത് ചെയ്തു? ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹം ഈക്വൽ ജസ്റ്റിസ് നടത്തുന്ന ഒരാളായിരുന്നു. നല്ല രാജാവിൻ്റെ പ്രധാനപ്പെട്ട ഗുണമല്ലേ അദ്ദേഹം എന്തായിരുന്നു? ഈക്വൽ ജസ്റ്റിസ് നടത്തിയിരുന്നു. എന്ന് വെച്ചാൽ എന്തായിരിക്കും? ജാതി മതമൊന്നും നോക്കാതെ തെറ്റ് ചെയ്തവൻ അകത്ത് കിടക്കും, തെറ്റ് ചെയ്യാത്തവനെ പിടിച്ചകത്തിടൂല എന്നുള്ള ഒരു ആളായിരുന്നു. ഹീസ് ടോളറൻ്റ് ആൻഡ് ഇൻക്ലൂസീവ്. ആലോചിച്ച് നോക്കിയേ, ഇന്ത്യയുടെ അന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇവർ മുസ്ലിംസാണ്. അപ്പോൾ മുസ്ലിംസും ഹിന്ദുക്കളും തമ്മിൽ ചേരൂലെന്നൊക്കെയാണ് പലരും പറയുന്നതെങ്കിലും അദ്ദേഹം അങ്ങനെ അല്ലായിരുന്നു എന്നാണ് ചരിത്ര പുരുഷന്മാർ പറയുന്നത്. നമുക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷേ എന്നാലും ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അദ്ദേഹം എന്തായിരുന്നു? ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളെയൊക്കെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള ഒരാളായിരുന്നു. അത് ചുമ്മാ പറഞ്ഞാൽ അതിന് കാരണമുണ്ട്, ഇനി പറയാം. അദ്ദേഹത്തിന് സ്ട്രോങ് ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മുഗൾ സാമ്രാജ്യം വളരെയധികം എന്ത് ചെയ്തു? വലുതായിട്ട് മാറി. അദ്ദേഹം കുറേ സൂപ്പറായിട്ടുള്ള ഇംപ്ലിമെൻറ്റുകൾ കൊണ്ടുവന്നു. ആ ഇംപ്ലിമെൻറ്റുകളൊക്കെ വന്നതിന് ശേഷം എന്ത് ചെയ്തു? ആ രാജ്യം സൂപ്പറായിട്ട് മാറി. അപ്പോൾ ഇതാണ് അക്ബർ ചക്രവർത്തിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ മുഗൾ റൂളർ അക്ബർ ഫ്രം ദ എബോവ് നോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം? എഴുതി ചേർക്കാം.
ഇനി അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ ഈ പറയുന്ന കുറേ ഭാഗമൊക്കെ എന്തായിരുന്നു, ഈ പറയുന്ന താഴത്തെ ഇവിടുത്തെ രാജസ്ഥാൻ്റെ ഇവിടുത്തെ കുറേ ഭാഗങ്ങളൊക്കെ രജപുത്രന്മാരായിരുന്നു ഭരിച്ചിരുന്നത്. അപ്പോൾ ഈ രജപുത്രന്മാരെയൊക്കെ എന്ത് ചെയ്തു, അദ്ദേഹം തോൽപ്പിച്ചതിന് ശേഷം അദ്ദേഹം ജയിച്ചല്ലോ, ഹാപ്പി ആയല്ലോ. അപ്പോൾ അദ്ദേഹം ആഗ്ര എന്ന് പറയുന്ന സ്ഥലത്ത്, എവിടെയാണ് ആഗ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അടിപൊളി കോട്ട കെട്ടുന്നു. കുറേ പൈസയൊക്കെ കിട്ടിയില്ല, അപ്പോൾ എന്ത് ചെയ്യാം, കോട്ട കെട്ടാം. ആ കോട്ടയുടെ പേരാണ് എന്ത്, ഫത്തേപൂർ സിക്രി. വളരെ 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 ഇമ്പോർട്ടൻ്റ്. എന്താണ് ഫത്തേപൂർ സിക്രി? എവിടെയാണ്, ആഗ്രയിലാണ്. അപ്പോൾ ഈ ഫത്തേപൂർ സിക്രി അദ്ദേഹം നല്ല സൂപ്പറായിട്ടൊരു ക്യാപിറ്റലൊക്കെ പണിതു. പക്ഷേ ഒരു കോമഡി എന്താ നിങ്ങൾക്ക് അറിയാവോ, പുള്ളി എല്ലാം നോക്കി, പക്ഷേ ഇവിടെ വെള്ളം കിട്ടുമെന്നുള്ള കാര്യം നോക്കിയിട്ടില്ലായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വെള്ളം കിട്ടാതെ എന്ത് ചെയ്തു, അദ്ദേഹം ഈ സ്ഥലം ഉപേക്ഷിച്ചിട്ട് ഡൽഹിയിലോട്ട് എന്ത് ചെയ്യുന്നു, പോകുന്നു. അതാണ് ചരിത്രം പറയുന്നത് അല്ലേ. കണ്ടോ, ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര കോടി രൂപ ചിലവായി കാണും ഇത്ര അടിപൊളിയായിട്ടൊരു സ്ഥലം ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് നമ്മുടെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിനകത്തൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലമാണെന്ത്, ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത് ആഗ്രയിലാണ്. അപ്പോൾ ഫത്തേപൂർ സിക്രി എന്ന അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ. ഇനി നമ്മളിത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളിവിടെ പറഞ്ഞല്ലോ അദ്ദേഹം മറ്റ് മതക്കാരുമായിട്ടൊക്കെ നല്ല സ്നേഹമുള്ള ആളായിരുന്നു എന്ന്. അതാണ് സംഭവം. അദ്ദേഹം അവിടെ പണി കഴിപ്പിച്ച ഒരു നിർമ്മിതിയുടെ പേരാണ് ഇബാദത്ത് ഖാന. എന്താണ് ഇബാദത്ത് ഖാന? ഖാന എന്ന് കേൾക്കും നമുക്ക് ഫുഡ് ഖാന എന്ന് തോന്നും. ഇതങ്ങനെ ആയിരുന്നില്ല. ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഇബാദത്ത് ഖാന എന്ന് പറയുന്ന 1575 അക്ബർ ചക്രവർത്തി പണി കഴിപ്പിച്ചത് വെറുതെ ആയിരുന്നില്ല. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ദീസ് ഡിസ്കഷൻസ്, അതായത് മറ്റ് മതത്തിൽപ്പെട്ട കിടിലം ആൾക്കാരുമായിട്ട് ഡിസ്കഷൻസ് നടത്തുകയും അദ്ദേഹം എന്ത് ചെയ്യുന്നു, പുതിയ പുതിയ പോളിസികൾ ഉണ്ടാക്കുകയും ചെയ്തു. അതായത് അന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രജ എന്ന് പറയുമ്പോൾ അത് ഒരു മതക്കാർ മാത്രമല്ലല്ലോ, പല മതക്കാരുണ്ടല്ലോ. അപ്പോൾ ഈ എല്ലാ മതക്കാർക്കൊക്കെ പറ്റുന്ന രീതിയിലാണോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ ആ മറ്റു മതത്തിലുള്ള പണ്ഡിതന്മാരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇബാദത്ത് ഖാന എന്ന് പറയുന്നത്. അങ്ങനെ ഇബാദത്ത് ഖാനയിൽ ഇരുന്ന് അദ്ദേഹം മറ്റു മതക്കാരുമായിട്ടൊക്കെ പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, എൻ്റെ മതം മാത്രമല്ല മറ്റുള്ളൊരു മതവും നല്ല മതമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ആ ഒരു മതത്തിലും ചേരേണ്ട, ഞാൻ പുതിയൊരു മതം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്തു, പുതിയൊരു മതം ഉണ്ടാക്കി. മതത്തിൻ്റെ പേരാണ് ദിൻ ഇലാഹി. അപ്പോൾ അക്ബർ ചക്രവർത്തി ആരംഭിച്ച മതത്തിൻ്റെ പേര് ദിൻ ഇലാഹി. ദിൻ ഇലാഹി, ദിൻ ഇലാഹി. അതെന്തായിരുന്നു, മറ്റെല്ലാ മതങ്ങളിൽ നിന്നും കോപ്പി അടിച്ച്, നിങ്ങൾ കൂട്ടുകാരിൽ നിന്ന് പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് അല്ലേ, പഠിക്കുന്ന എല്ലാ പയ്യന്മാരിൽ നിന്ന് അസൈൻമെൻറ്റ് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യും, എല്ലാത്തിൽ നിന്നും കൂടി കുറച്ചായിട്ട് എഴുതി വയ്ക്കും. അതുപോലെ അദ്ദേഹം അങ്ങനെയൊന്നുമല്ല ചെയ്തത്. അദ്ദേഹം എന്ത് ചെയ്തു, എല്ലാ മതത്തിൻ്റെയും ആ പറയുന്ന അന്തസ്സത്തെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, പുതിയൊരു മതം സ്ഥാപിച്ചു. ആ മതത്തിൻ്റെ പേരാണ് ദിൻ ഇലാഹി. അത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ രാജാവാണ്. അദ്ദേഹം പറയണം എല്ലാ നാട്ടുകാരും ആ മതത്തിൽ ചേരണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യായിരുന്നു, ചേർക്കായിരുന്നു. പക്ഷേ അദ്ദേഹം അതൊന്നും ചെയ്തില്ല. ഇഷ്ടപ്പെട്ടവന്മാർ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുത്തിനും വന്നില്ല. ആകപ്പാടെ അദ്ദേഹത്തിൻ്റെ 1-2 ഈ പറയുന്ന അടുത്ത കൂട്ടുകാർ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഈ മതത്തിൽ ചേർന്നിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് ഫോളോവേഴ്സൊന്നും ഇല്ലായിരുന്നു. പക്ഷേ മതത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു, പീസ് ടു ഓൾ, തുൽ ഹി കുൽ എന്ന് പറയുന്ന ആശയത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് ആര് പറഞ്ഞത്, അക്ബർ ചക്രവർത്തി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഈ ഒരു പേജിൽ നിന്ന് പഠിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചുമ്മാ പറഞ്ഞു പോയാൽ പോലെ അല്ല, നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഇബാദത്ത് ഖാനയെ പറ്റി പഠിക്കണം, ഉറപ്പാണ് ചോദിക്കും. ഇബാദത്ത് ഖാന എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഫത്തേപൂർ സിക്രി എന്ന അക്ബർ ചക്രവർത്തിയുടെ ആഗ്രയിലെ ക്യാപിറ്റലിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, ഇബാദത്ത് ഖാന സ്ഥിതി ചെയ്യുന്നത്. 1575 ഇബാദത്ത് ഖാന അദ്ദേഹം എന്ത് ചെയ്യുന്നത്, പണി കഴിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ്റലക്ച്വൽ ആൻഡ് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കാനും ഡിസ്കഷന് വേണ്ടിയിട്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, എയിം എന്തായിരുന്നു ഇബാദത്ത് ഖാന ബിൽഡ് ചെയ്യേണ്ടത്? ഓക്കെ, ഹൗസ് ഓഫ് വർഷിപ്പ് ആൻഡ് ടു പ്രൊമോട്ട് ഇൻ്റർഫെയ്ത്ത് ഡയലോഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഇൻ്റർഫെയ്ത്ത് എന്ന് വെച്ചാൽ മറ്റു മതക്കാരുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ വരുത്തുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതൊരു ഒരു കോമൺ പ്ലാറ്റ്ഫോം ആയിരുന്നു. സ്കോളേഴ്സും അതുപോലെ തന്നെ മറ്റു പല ഈ പറയുന്ന ആൾക്കാർക്കും, എന്താണ്, പണ്ഡിതന്മാർക്കും അവിടെ ഇസ്ലാം, ഹിന്ദു, ക്രിസ്ത്യൻ, ജൈനിസം, സ്വരാഷ്ട്രനിസം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ആ മതത്തെ പറ്റി അധികം കേൾക്കുന്നില്ല. പണ്ടുണ്ടായിരുന്നൊരു മതമായിരുന്നു. ഇപ്പോൾ അത് അത്ര നശിച്ചു പോയി. ഈ അഫ്ഗാനിസ്ഥാനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളിലൊക്കെയാണ് ഇത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഗുജറാത്തിൻ്റെ ഭാഗത്ത് ഈ മതത്തിൻ്റെ ചെറിയ ഫോളോവേഴ്സ് ഉള്ളതായിട്ട് തോന്നുന്നു. ഓക്കെ, പാഴ്സി മതവുമായിട്ടൊക്കെ ബന്ധമുണ്ട്. ഓക്കെ, അങ്ങനത്തേതായിരുന്നു എന്ത്, ഈ പറയുന്ന ഇബാദത്ത് ഖാനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് വരും. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? വാട്ട് വാസ് അക്ബേഴ്സ് എയിം ഇൻ ബിൽഡിംഗ് ഇബാദത്ത് ഖാന? കണ്ടല്ലോ, ഞാൻ മേക്ക് നോട്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളടുത്ത് നോട്ട് ഉണ്ടാക്കാൻ പറഞ്ഞതാ, ഞാൻ നല്ല നോട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്, കോപ്പി അടിച്ചു. ഓക്കെ, ഇനി ഇവിടുന്ന് ഒരു ചോദ്യം വരുന്നുണ്ട്, കണ്ടോ. ഓക്കെ, ജഹാംഗീർ അദ്ദേഹത്തിൻ്റെ ജഹാംഗീരി, നല്ല പേരാണ് അല്ലേ, തുസൂക്ക് ജഹാംഗീരി എന്ന നല്ല പുസ്തകത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്, അക്ബർ ചക്രവർത്തി നല്ലൊരു മനുഷ്യനായിരുന്നു. അക്ബർ ചക്രവർത്തി എല്ലാവർക്കും സമാധാനം വേണമെന്നാണ് പറഞ്ഞിരുന്നത്. എന്ത് ചെയ്യണം, മറ്റുള്ളവർ ഡു നോട്ട് കിൽ അനിമൽസ് ഓർ ടേക്ക് അപ്പ് ആംസ് എക്സ്പെക്ട് ഇൻ ടൈംസ് ഓഫ് വാർ. യുദ്ധം വരുമ്പോൾ അല്ലാതെ മറ്റുള്ളവർ വെറുതെ അടിയൊക്കെ ഒന്നും പോകരുത്, നിങ്ങൾ എന്ത് ചെയ്യണം, സമാധാനത്തോടെ ജീവിക്കണമെന്നാണ് ആര് പറഞ്ഞത്,
അക്ബർ ചക്രവർത്തി പറഞ്ഞെന്നാണ് ആര് പറഞ്ഞത്? ജഹാംഗീർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്നൊരു ചോദ്യം വരുന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ്മെൻറ്റ് ഹൗ മച്ച് ഡിഡ് അക്ബേഴ്സ് പോളിസി ഹെൽപ്ഡ് ഇൻ മെയിൻറ്റെയിനിങ് റിലീജിയസ് ടോളറൻസ് among ഡിഫറൻറ്റ് സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ? അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദ്യം വരും. അപ്പോൾ അതാണ് ഞാനിവിടെ പറയുന്നത്. നോക്കിയേ, അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ ഈ ബദ്ഖാന ഉണ്ടാക്കിയതും ദിൻ ഇലാഹി ഉണ്ടാക്കിയതും ഒക്കെ എങ്ങനെയാണ് റിലീജിയസ് ടോളറൻസിന് സഹായിച്ചത് എന്ന് വെച്ചാൽ, നമ്മളെപ്പോലെ തന്നെ നമ്മുടെ അടുത്തുള്ള മതക്കാരനെ എന്ത് ചെയ്യുന്നു, സ്നേഹിക്കാൻ ഇതൊക്കെ എങ്ങനെ കാരണമായി എന്നാണ് പറയുന്നത്. അതിൻ്റെ പോയിന്റ് തന്നെ പഠിച്ചു വയ്ക്കണം, ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. ഒന്ന്, അദ്ദേഹം ദിൻ ഇലാഹി മതം ഉണ്ടാക്കുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം പ്രധാനമായിട്ട് വേറൊരു കാര്യം ചെയ്തത് എന്തായിരുന്നു? അബോളിഷൻ ഓഫ് ജസിയ ടാക്സ്. അതായത് മറ്റ് മതക്കാർ ഈ പറയുന്ന രാജാവിന് കൊടുക്കേണ്ട മതനികുതിയുടെ പേരാണ് ജസിയ. ഈ ജസിയ എന്ന് പറയുന്ന മതനികുതി അദ്ദേഹം എന്ത് ചെയ്തു? എടുത്ത് മാറ്റി. അപ്പോൾ അദ്ദേഹം മതങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു ആളാണ്. നോൺ മുസ്ലിംസ് കൊടുക്കേണ്ട ടാക്സ് ആയിരുന്നു, അത് മാറ്റി എല്ലാവർക്കും ഈക്വാലിറ്റി കൊണ്ടുവന്നു. അങ്ങനെ ഈക്വൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവന്നു, അല്ലേ? നോൺ മുസ്ലിംസിനും അദ്ദേഹം എന്ത് കൊടുത്തു? അധികാര സ്ഥാനങ്ങൾ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല കോർട്ടിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു, രാജാ തൊഡർമാൾ, രാജാ മാൻസിംഗ്, രാജാ ഭഗവദാസ്. പേര് കേൾക്കും തന്നെ അറിയാമല്ലോ, ഇവരൊന്നും മുസ്ലിംസ് അല്ല. പക്ഷേ ബീർബലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ മറ്റു മതത്തിലുള്ളവർക്കും അദ്ദേഹത്തിൻ്റെ എന്താണ് സദസ്സിൽ അദ്ദേഹം എന്ത് ചെയ്തു? സ്ഥാനം കൊടുത്തു. അപ്പോൾ അദ്ദേഹം മതത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കൽ, എല്ലാ മതത്തിനും ഒരുപോലെ കാണുന്ന ഒരാളായിരുന്നു. പോരാത്തതിന് ദിൻ ഇലാഹി എന്ന മതം അദ്ദേഹം എന്ത് ചെയ്തു? കൊണ്ടുവന്നു. സുൽക്ക് ഈക്വൽ എന്ന് പറഞ്ഞ് പീസ് ഓഫ് ഓൾ, അല്ലെങ്കിൽ എല്ലാവരും കോ എക്സിസ്റ്റ് ചെയ്യണമെന്ന് പറയുന്ന കാര്യം കൊണ്ടുവന്നു. അദ്ദേഹം റിലീജിയസ് ടോളറൻസ് കാണിച്ചിരുന്നു എന്നുള്ളത് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ തുസ്തീഖി ജഹാംഗീരിയിലും പറയുന്നുണ്ട് എന്താണ്? കോൺഫ്ലിക്റ്റ് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം? അണ്ടർസ്റ്റാൻഡിങ് പ്രൊമോട്ട് ചെയ്യണം. മോഡറേഷൻ ഇൻ ആക്ഷൻ, അതായത് എന്താണ്? വയലൻറ്റ് കില്ലിങ്ങും മറ്റ് കാര്യങ്ങളും യുദ്ധമല്ലാത്ത സമയത്ത് ഒരിക്കലും ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം റിലീജിയസ് ഡിബേറ്റ് നടത്തിയിരുന്നു. എവിടെ? മറ്റു മതത്തിൽപ്പെട്ട ഇൻ്റർഫെയ്ത്തിലുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് മതപരമായ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും അക്ബറിൻ്റെ പോളിസികൾ എന്ത് ചെയ്തു? റിലീജിയസ് ടോളറൻസ് ഉണ്ടാക്കാനായിട്ട് സഹായിച്ചു എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇതുപോലെ പറഞ്ഞ പോയിന്റ് ഒക്കെ ഓക്കെ അല്ലേ? ഇനി അക്ബർ ചക്രവർത്തി നടത്തിയ 1-2 പരിഷ്കാരങ്ങളെ പറ്റി നമുക്ക് നോക്കാം. നമ്മളൊന്ന് നോക്കിയേ, ചില്ലറ ഒരു സ്ഥലമല്ല അക്ബർ ചക്രവർത്തി ഭരിച്ചിരുന്നത്, അല്ലേ? വലിയൊരു ഏരിയ ആണ് ഭരിച്ചിരുന്നത്. അപ്പോൾ അത്രയും വലിയ ഏരിയ ഭരിക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള എന്ത് വേണം? ഒരു ആർമി, ഒരു പട്ടാളം, ഒരു മിലിറ്ററി എന്താണ് ആവശ്യം ആണ്. അപ്പോൾ ഇത്രയും വലിയ മിലിറ്ററി അദ്ദേഹം എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് നിങ്ങളിപ്പോൾ തന്നെ ക്ലാസ് ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ ഫുള്ളൊന്ന് വായിച്ചു നോക്കണം. ഒറ്റ സ്ട്രെച്ചിലിരുന്ന് കാണരുത്. 1, 2, 3 ഒരുപാട് പാർട്ടുകളാക്കി ബോറടിപ്പിക്കേണ്ടെന്ന് വെച്ചതിന് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യണം? വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഫുള്ളൊന്ന് വായിച്ചു നോക്കിയിട്ട് ബാക്കി തുടർന്ന് കാണുക. അപ്പോൾ നോക്കിയോ, മുഗൾ ആർമിയെ പറ്റി നമ്മൾ നോക്കുകയാണ്. മുഗൾ ആർമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഒരു പ്രത്യേക രീതിയാണ് കൊണ്ടുവന്നിരുന്നത്, അല്ലേ? ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ ആർമി എന്ന് വെച്ചാൽ അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് കൺട്രോളിലാണ്. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്വന്തമായിട്ട് ഒരു ഒറ്റ ആർമി മെയിൻറ്റെയിൻ ചെയ്യാതെ അദ്ദേഹം ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് മാൻസബ്ദാരി സിസ്റ്റം. എന്ന് വെച്ചാൽ അദ്ദേഹം രാജാവായിട്ട് ഇങ്ങനെ ഇരിക്കുക. അദ്ദേഹം കുറേ കിടിലം ആൾക്കാരെ വിളിച്ചു, നാട്ടുപ്രമാണിമാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വന്തമായിട്ടൊരു ആർമിയെ മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണം? സ്വന്തമായിട്ടൊരു ആർമിയെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇതാണ് എ എന്ന് പറയുന്ന ആൾക്ക്, ഇയാൾക്ക് ഒരു ആർമിയുണ്ട്. ഇത് ബി ഉണ്ട്, ഇയാൾക്കൊരു ആർമിയുണ്ട്. ഇനി ചുമ്മാതല്ല, നിങ്ങൾ എത്ര ആൾക്കാരെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഞാൻ ഓരോ പദവി തരും. ഞാൻ എന്ത് തരും? പദവി തരും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാൻസബ് എന്ന് പറയുന്ന പദവി തരും. മാത്രമല്ല ശമ്പളം തരും. എങ്ങനെ തരും? ഞാൻ നിങ്ങൾക്ക് കുറേ ലാൻഡ് അങ്ങോട്ട് പതിച്ചു തരും. കുറേ എന്ത് പതിച്ചു തരും? ലാൻഡ് അങ്ങ് പതിച്ചു തരും. ഈ ലാൻഡിൽ നിന്നുള്ള ടാക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പിരിച്ചെടുക്കാം. ആ ടാക്സ് ഉപയോഗിച്ച് നിങ്ങൾ ഈ ആർമി എന്ത് ചെയ്യണം? തീറ്റിപ്പോറ്റണം. എന്നിട്ട് ഞാൻ യുദ്ധത്തിന് പോകുമ്പോൾ, ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ കൂടെ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ പയ്യന്മാരെയും കൊണ്ട് എന്ത് ചെയ്യണം? വരണം. അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ മുഗൾ ആർമിയുടെ രീതി എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ മാൻസബ്ദാരി സിസ്റ്റം എന്ന് പറയും. നമ്മൾ ഗിരിയേട്ടനും പിള്ളേരും എന്നൊക്കെ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നു? മാൻസബ്ദാരും പിള്ളേരും എന്ത് ചെയ്യണം? രാജാവ് വിളിക്കുമ്പോൾ യുദ്ധത്തിന് വരണം. ഇതാണ് മാൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. ഇത്രയും വലിയ പാരഗ്രാഫിൽ അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഞാനത് സിമ്പിളാക്കി ഇവിടെ വച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാം? പറഞ്ഞുതരാം. നോക്കൂ, മാൻസബ്ദാരി സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടാണ്? നോക്കി, മാൻസബ്ദാരി സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അക്ബർ ടു മെയിൻറ്റെയിൻ എ സ്ട്രോങ് ആർമി ഫോർ എക്സ്പാൻഡിങ് ആൻഡ് സെക്യൂറിങ് ദ കിങ്ഡം. അതാണ് എൻ്റെ ഈ പർപ്പസ്. എന്താ സംഭവം?
മാൻസബ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റാങ്ക് ഓഫ് ദ ഓഫീസേഴ്സ്. ഓരോ ഓഫീസേഴ്സിനും ഓരോ റാങ്ക് ഉണ്ട്. എന്തിനെ അടിസ്ഥാനപ്പെടുത്തി? ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് കാവലറി ദേ ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ. അവർ എത്രത്തോളം പട്ടാളക്കാരെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതനുസരിച്ച് മാൻസബ് എന്ന് പറയുന്ന റാങ്ക് ഉണ്ട്. ഇതിനകത്തോളം റാങ്ക് ഒക്കെ ഉണ്ട്. അതപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലെവലിൽ നമ്മളത് പഠിക്കേണ്ട അറിഞ്ഞിരുന്നാൽ മതി. ഈ ആർമി അവർ എന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യും. ആ ഓഫീസേഴ്സിനെ മാൻസബ്ദാർ എന്ന് വിളിച്ചു. അവർക്ക് എന്ത് കൊടുത്തു? ദേ വെർ അലോട്ടഡ് ലാൻഡ്. അവർക്ക് ലാൻഡ് അലോട്ട് ചെയ്ത് കൊടുത്തു. ആ ലാൻഡ് എന്ത് ചെയ്യും? അവർക്ക് ടാക്സ് കളക്ട് ചെയ്ത് അത് വെച്ച് എന്ത് ചെയ്യാം? ആർമിയെ മെയിൻറ്റെയിൻ ചെയ്യാം. ആർമി എന്ത് ചെയ്യാം? മെയിൻറ്റെയിൻ ചെയ്യാം. ഓൾട്ടർനേറ്റീവ് ടു സ്റ്റേറ്റ് പേയ്മെൻറ്റ്. അതായത് ഈ പട്ടാളത്തിന് നിലനിർത്തുമ്പോൾ ഈ പട്ടാളക്കാരെ തീറ്റിപ്പോറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഈ പട്ടാളക്കാരെന്ന് പറയുമ്പോൾ അവർ കൂറുമാറും, അവർ ചതിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും വരാതിരിക്കുന്നവർക്ക് നല്ല രീതിയിൽ ശമ്പളവും നല്ല ആഹാരവും സൗകര്യവും ചെയ്തു കൊടുക്കണം. അപ്പോൾ ഇതിന് സ്റ്റേറ്റ് നിന്ന് ഇപ്പോൾ രാജാവ് കൊടുക്കണമെങ്കിൽ രാജാവിൻ്റെ ഖജനാവിൽ നിന്ന് ഒരുപാട് കാശെടുത്ത് മുടക്കണ്ടേ? രാജാവിന് ഇഷ്ടപ്പെടുമോ? ഇല്ല. അപ്പോൾ അതിന് നല്ല പരിപാടിയാണ് ചെയ്തത്. ഓക്കെ, ദ സിസ്റ്റം റീപ്ലേസ്ഡ് ദ ഡയറക്റ്റ് സ്റ്റേറ്റ് പേയ്മെൻറ്റ് ഓഫ് മിലിറ്ററി വിത്ത് മാൻസബ്ദാസ് റെസ്പോൺസിബിൾ ഫോർ ഫണ്ടിങ് ദിയർ ഓൺ ട്രൂപ്സ്. അല്ലെ, സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റിൽ നിന്ന് ഖജനാവിൽ നിന്ന് കാശ് വാരി വെതറാതെ എന്ത് ചെയ്തു? നിങ്ങൾക്ക് എന്താണ് കുറച്ച് ലാൻഡ് അങ്ങോട്ട് പതിച്ചു തരും. നീയൊക്കെ പോയിട്ട് ആ ലാൻഡിലുള്ളവന്മാരെ കൃഷിയൊക്കെ ചെയ്യിപ്പിച്ച് എന്ത് ചെയ്യുക? അവന്മാരൊന്ന് ടാക്സ് വാങ്ങിച്ചിട്ട് നിങ്ങളെടുത്ത് മുട്ടടിച്ചു, കുഴപ്പമില്ല. അപ്പോൾ ഒരുപാട് ലാൻഡ് അന്ന് മുഗൾ സാമ്രാജ്യത്തിനുള്ളതുകൊണ്ട് കുറച്ച് ലാൻഡ് കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഇല്ല. അതുപോലെ തന്നെ നോബിൾസിൻ്റെ മിലിറ്ററി സപ്പോർട്ട് അദ്ദേഹം കിട്ടി. ഇതൊക്കെ ദ സിസ്റ്റം ഹെൽപ്പ് ടു സെക്യൂർ ലോയൽറ്റി ആൻഡ് സപ്പോർട്ട് ഓഫ് ദ നോബിൾസ്. അല്ലെ, ആലോചിച്ച് നോക്കിയാൽ ഞാനാണ് ഒരു നോബിൾ, ഞാനാണ് ഒരു മാൻസബ്ദാർ, അപ്പോൾ എനിക്ക് നല്ല വിലയാണ് അല്ലേ. അപ്പോൾ രാജാവ് എന്നെ വിശ്വസിച്ചേപ്പിച്ചേക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ആർമിയെ മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോൾ ഞാൻ ചെറിയ ആരായിട്ട് മാറി? നാട്ടുരാജാവായിട്ട് മാറി. ആരായിട്ട് മാറി? നാട്ടുരാജാവായിട്ട് മാറി. അപ്പോൾ നോബിൾ, ഞാനൊരു പ്രമുഖനും നാട്ടുരാജാവും ഒക്കെ ആയിട്ട് മാറി. അതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ രാജാവിനോട് എനിക്ക് നല്ല സ്നേഹം ഉണ്ടായി. അപ്പോൾ ഇതാണ് എന്ത്? മുഗൾ ആർമിയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഓക്കെ, മാൻസബ്ദാർ സിസ്റ്റത്തെ പറ്റി ഒരു ഡിസ്കഷൻ ഓർഗനൈസ് ചെയ്താൽ നിങ്ങൾക്ക് രണ്ട് ഭാഗം സംസാരിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇനി മുഗൾ അഡ്മിനിസ്ട്രേഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ നോക്കിയേ, ഈ രാജ്യത്തെ സഭ, സർക്കാർ, പർഗാന, ഗ്രാമ എന്നിങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ രാജ്യത്തിനകത്ത് സ്റ്റേറ്റിനകത്ത് ഡിസ്ട്രിക്റ്റിനകത്ത് കുറേ പഞ്ചായത്ത് എന്ന് പറയുന്ന പോലെ സുബ, സർക്കാർ, പർഗാന, ഗ്രാമ എന്നിങ്ങനെ എന്ത് ചെയ്തു? രാജ്യത്തെ ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യുക മാത്രമല്ല, സംഭവം നോക്കിയോ, മുഗൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, സോവറിൻ അതോറിറ്റിയാണ്. എന്ന് വെച്ചാൽ ഈ രാജ്യത്തിൻ്റെയൊക്കെ സുപ്രീം ലീഡർ എന്ന് പറയുന്ന ആരാണ്? അത് ഞാനായ രാജാവ് തന്നെ ആയിരിക്കും. എനിക്ക് താഴെ നിയമം നിർമ്മിക്കാനായിട്ടും അതുപോലെ തന്നെ ചീഫ് ജഡ്ജും കമാൻഡർ എന്നുപോലെ കുറേ പദവികൾ ഉണ്ട്. ഇനി അന്നത്തെ കാലത്ത് പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ ഇന്നത്തെ പോലെ നിയമം നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ കോടതികളൊന്നും ഇല്ലായിരുന്നു. നോ സെപ്പറേറ്റ് കോർട്ട്സ് വെയർ ദെയർ. പ്രത്യേകിച്ച് കോടതിയൊന്നുമില്ല. മതകോടതിയായിട്ടുള്ള ക്വാസി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അതായത് നോക്കി, there was no separate court of justice. Instead, ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ് അഥവാ ക്വാസി എന്ന് പറയുന്ന മതപണ്ഡിതരുടെ ഗ്രൂപ്പാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. പക്ഷെ അവർ പറയുന്നത് എപ്പോഴും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നമുക്ക് അപ്പീലിന് പോകാൻ പറ്റും. ആരുടെ പോകാൻ പറ്റും? ഡിസ്പ്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നേരെ ആരുടെ പോയാൽ മതി? നേരെ രാജാവിൻ്റെ അടുത്തോട് ചെന്ന് കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ മതി. രാജാവ് അപ്പം തന്നെ എന്ത് ചെയ്യും? സാധിച്ചു തരും. ഓക്കെ, ദ പീപ്പിൾ ഡിസ്സാറ്റിസ്ഫൈഡ് വിത്ത് ദ ക്വാസി ഡിസിഷൻസ് കുഡ് അപ്പീൽ ഡയറക്ട്ലി ടു ദ എംപറർ. ഓക്കെ, ഇനി മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ദ എംപറർ അപ്പോയിൻറ്റഡ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ടു അസിസ്റ്റ് ദ ഗവർണൻസ് ആൻഡ് ദ അതർ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്. ഓർത്ത് വയ്ക്കാം. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറാണ് ഞാനത് പറഞ്ഞ ഈ സാധനം എന്ത് ചെയ്തു? അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് രാജ്യത്തെ സുബ, സർക്കാർ, പർഗാന, ഗ്രാമ എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടേബിൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. എഴുതി വെച്ചോ, ഫസ്റ്റ് ടൈം പരീക്ഷയ്ക്ക് വീഴുന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും. ഓക്കെ, 2 പോയിന്റ് കൂടി പറഞ്ഞാൽ നമുക്ക് ഈ മുകൾ അങ്ങ് തീരും. എന്താണ് ഇതാ കണ്ടോ? ഈ ഇവിടെ പറഞ്ഞ പോയിന്റുകളാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്ത് പോയിന്റായിട്ട് തന്നത്. ഇനി നോക്കിയോ, നമുക്ക് എന്ത് വരുന്നുണ്ട്? സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് നോക്കാം. ആൾക്കാരുടെ ജീവിത രീതി എന്തായിരുന്നു? അപ്പോൾ അന്നത്തെ ആൾക്കാരുടെ ജീവിത രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഒരുപാട് ഈ പറയുന്ന ട്രാവലേഴ്സിൻ്റെ റെക്കോർഡ്സാണ് സഹായിച്ചത്. ഓക്കെ, യൂറോപ്യൻ ട്രാവലേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഹു വിസിറ്റഡ് ഇന്ത്യ അറ്റ് ദ ടൈം റെക്കോർഡഡ് അബൌട്ട് ദ സൊസൈറ്റി ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. അല്ല, അന്നത്തെ സൊസൈറ്റി എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സഹായിച്ച അന്നത്തെ യാത്രക്കാരന്മാരാണ്. അവർ പറഞ്ഞ എന്താണ്? നമ്മളത് ഒരു ഫ്യൂഡൽ സൊസൈറ്റി ആയിരുന്നു. ഒരു ഫ്യൂഡൽ സൊസൈറ്റി, നിങ്ങളേതോ പടത്തിൽ കണ്ടിട്ടുണ്ടല്ലോ, ഫ്യൂഡൽ മാടമ്പി എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ഒരു ഫ്യൂഡൽ സൊസൈറ്റി ആയിരുന്നു അന്ന് എക്സിസ്റ്റ് ചെയ്തത്. എന്താ ഫ്യൂഡൽ സൊസൈറ്റി എന്ന് വെച്ചാൽ രാജാവാണ് കിടിലം, ഏറ്റവും താഴെ ആരാണ്? ജനങ്ങളാണ്. അതിനിടയിൽ ഈ പറയുന്ന നോബിൾസിനെ പോലെയുള്ള ഉയർന്ന ആൾക്കാർ, മാടമ്പിമാരാണ് രാജ്യമൊക്കെ എന്ത് ചെയ്യുന്നത്? ഭരിച്ചുകൊണ്ടൊക്കെ പോകുന്നത്. ഈ മാടമ്പിമാരുടെ കീഴിൽ പാവം ജനങ്ങൾ കഷ്ടപ്പെട്ടാണ് ജീവിച്ചിരുന്നത് അല്ലേ. ദ കോമൺ മാൻ വെയർ അറ്റ് ദ ബോട്ടം ഓഫ് ദ സൊസൈറ്റി വിത്ത് ദ കിങ് അറ്റ് ദ ടോപ്പ്. രാജാവാണ് മുകളിൽ,
സൊസൈറ്റിയിൽ ബാക്കിയുള്ളവർ താഴെയാണ്. ഓക്കെ, ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അവരുടെ ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അതിപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. ജാതി വ്യവസ്ഥ അന്നും ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ ഫ്രഞ്ച് ട്രാവലറായിട്ടുള്ള ട്രാവനിയറിൻ്റെ അക്കൗണ്ട് അനുസരിച്ച് അദ്ദേഹം പറയുന്നതാണ് എന്ത്, ഓരോ മതങ്ങളും ജാതികളും അവിടെ ഉണ്ടായിരുന്നു. മതത്തിനകത്ത് ജാതി ഉണ്ടായിരുന്നു. ഓരോ ജാതിക്കാരും അവരവരുടെ കസ്റ്റംസ് എന്ത് ചെയ്തു, ഫോളോ ചെയ്തിരുന്നു. പലതരം ആൾക്കാർ, കാശുകാരനും പാവപ്പെട്ടവനും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ആഹാര രീതി, ക്ലോത്തിങ് ഹാബിറ്റ് എല്ലാം വ്യത്യസ്തമായിട്ടുള്ളതായിരുന്നു. ഓക്കെ, ബാബർ എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ ചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ ഇതിലും പറയുന്നുണ്ട് എന്താണ്, അന്ന് ജാതി വ്യവസ്ഥ, അതായത് നമ്മൾ ഇന്ത്യയിൽ ജാതി എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇന്ന് രാഷ്ട്രീയക്കാരന്മാരും അത് ഉപയോഗിക്കുന്നു, അന്നത്തെ രാജാക്കന്മാരും അത് ഉപയോഗിച്ചിരുന്നു. വളരെ പണ്ട് തൊട്ടേ നമുക്ക് ഈ പറയുന്ന സംഭവം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, റാൽഫ് ഫിച്ച് ഈ പറയുന്ന സമയത്ത് വന്നിരുന്ന ഒരു യാത്രക്കാരനാണ്. ഇദ്ദേഹത്തെ പറ്റി നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, അദ്ദേഹം എന്ന് പറയുന്നുണ്ട്, ഈ ആഗ്രയും ഫത്തേപൂർ സിക്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അന്നത്തെ ലണ്ടൻ ഒന്നും അല്ല. എന്നാൽ ഈ പറയുന്ന ആഗ്രയും ഫത്തേപൂർ സിക്രിയൊക്കെ ലണ്ടനേക്കാളും വലിയ കിടിലം സ്ഥലങ്ങളായിരുന്നു. സത്യമായിരുന്നു. ബ്രിട്ടീഷുകാരന്മാർ വന്ന് നമ്മളെ കൊള്ളടിച്ചുകൊണ്ടൊക്കെ പോയില്ലെങ്കിൽ നമ്മളിന്ന് ലോകത്തിൽ തന്നെ ടോപ്പ് രാജ്യത്തിൽ വരേണ്ട ആൾക്കാരായിരുന്നു. നമ്മൾ അമ്മാതിരി പൈസ ഉള്ള ആൾക്കാരായിരുന്നു. കഷ്ടം അല്ലേ. അപ്പോൾ സോഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ്, ഒരു ഫ്യൂഡൽ ആയിട്ടുള്ളൊരു സൊസൈറ്റി, ഇത് പഠിക്കേണ്ട പോയിന്റാണ്. ഒരു ഫ്യൂഡൽ സൊസൈറ്റിയാണ് എക്സിസ്റ്റ് ചെയ്തിരുന്നത്. എന്ന് വെച്ചാൽ രാജാവ് ടോപ്പ്, ബാക്കിയുള്ളവർ ബോട്ടത്തിൽ. സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്താണ്, സൊസൈറ്റിയിലെ ആൾക്കാർ പല പല ലെവലുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രാവലേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് ട്രാവനിയർ എന്ന് പറയുന്ന ട്രാവലിനെ പറ്റിയിട്ടും റാൽഫ് ഫിച്ചിനെ പറ്റിയിട്ടും നമ്മൾ പഠിക്കണം. റാൽഫ് ഫിച്ചിൻ്റെ പോയിന്റ് ഞാൻ ഇവിടെ ഇടാൻ മറന്നുപോയി, ഞാൻ നോട്ട് എടുക്കുമ്പോൾ തരാം. ഇനി ആൾക്കാരുടെ ജോലി എന്തായിരുന്നു, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വെയർ ഫാർമേഴ്സ്. അവരുടെ വേജസിന് ഇൻകത്തിനനുസരിച്ച് പല വലിയ കാശുകാരനായ ഫാർമറുണ്ട്, പാവപ്പെട്ടവനും ഉണ്ട്. ലൈഫ് സ്റ്റൈലും ഡിഫറൻ്റ് ആയിരുന്നു. അതുപോലെ അവിടെ എന്താണ്, കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്തിരുന്നു. ഇതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വരുന്ന കാര്യം എന്താണ്, ഓക്കെ, അബ്ദുൾ ഫൈസി എന്ന് പറയുന്ന ആളുടെ ഐനി ഇ അക്ബറി എന്ന് പറയുന്ന കൃതിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിയെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് കൃഷിയെ പറ്റി നോക്കാം. എന്തായിരുന്നു ആ കാലഘട്ടത്തെ ആൾക്കാരുടെ പ്രധാന ജോലി കൃഷിയാണെന്ന് പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ആ രാജ്യം എന്ന് പറയുന്നത് കൃഷിയെ അടിസ്ഥാനപ്പെടുത്തി ഇന്നത്തെ ഇന്ത്യ പോലെ തന്നെ അന്നും ആൾക്കാരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് എന്തായിരുന്നു, കൃഷി തന്നെയായിരുന്നു. സോ ദ എക്കണോമിക് പ്രോഗ്രസ് ഓഫ് ദ ടൈം വാസ് ലാർജ്ലി ബേസ്ഡ് ഓൺ അഗ്രികൾച്ചറൽ അച്ചീവ്മെൻറ്റ്സ്. അന്ന് കൃഷി ചെയ്തിരുന്ന ക്രോപ്സ് ഏതൊക്കെ ചോദിക്കാം. വീറ്റ്, റൈസ് ഇന്നുള്ള പോലെ തന്നെ, ബാർലി, ഷുഗർ കെയിൻ, കോട്ടൺ, ഓയിൽ സീഡ്, എണ്ണക്കുരു, ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട നമ്മുടെ ക്രോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫാർമേഴ്സ് എന്ന് പറയുന്നത് ടാക്സ് കൊടുക്കണമായിരുന്നു. ടാക്സ് കൊടുത്തില്ലെങ്കിൽ പിടിച്ച് പുറത്താക്കുമായിരുന്നു. അന്ന് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഉണ്ടായിരുന്നു. കണ്ടോ, ഇതുപോലെയുള്ള വാട്ടർ വീലും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച കാരണം നമ്മൾ അന്നത്തെ കൃഷിയിൽ നല്ല രീതിയിലുള്ള പ്രോഗ്രസ് ഉണ്ടായിരുന്നു. പ്രൊഡക്ടിവിറ്റി കൂടി. അത് കാരണം എന്ത് പറ്റി, കുറേ സ്ഥലങ്ങൾ നല്ല രീതിയിൽ ഡെവലപ്പായി. ആ ഡെവലപ്പായ സ്ഥലങ്ങൾ എന്തായിട്ട് മാറി, പ്രധാനപ്പെട്ട സിറ്റികളായിട്ട് മാറി. നോക്കിയേ, ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്ന കൃഷിയിൽ നിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യും, നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ പുറത്തോട്ട് കയറ്റി അയക്കും. ഓക്കെ, ഇപ്പോൾ നോക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റീസൊക്കെ ധാക്ക പാകിസ്ഥാനിലാണ്, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്രയൊക്കെ അന്നത്തെ പ്രധാനപ്പെട്ട സിറ്റികൾ ആയിരുന്നു. അതിൽ ഗുജറാത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു, ട്രേഡ്, ഫോറിൻ ട്രേഡ് അല്ലേ. ദ ഗേറ്റ് വേ ഓഫ് ഫോറിൻ ട്രേഡ്, വിദേശത്ത് നിന്ന് ഈ പറയുന്ന അറബികളും മറ്റ് റോമക്കാരും ഒക്കെ ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് പോകുമായിരുന്നു. പ്രധാനമായിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് എന്തൊക്കെയാണ്, തുണിത്തരങ്ങൾ, മുസ്ലിൻസ്, സിൽക്ക്, അതുപോലത്തെ സാധനങ്ങൾ, ഷുഗർ, റൈസ്, ടെക്സ്റ്റൈൽസ്. ഇതിന് പരീക്ഷയ്ക്ക് ചോദിക്കാം. വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ കാര്യം അറിയാമല്ലോ, നമ്മൾ ഈ പറയുന്ന കപ്പലുകൾ വന്നുകൊണ്ടാണ് ഇത് നടന്നത്. ഇത്രയാണ് ഇവിടെ പറയുന്നത്, ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണോ. അപ്പോൾ ഇവിടെ നമുക്കൊരു ടേബിൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. ഏതൊക്കെ രാജ്യത്താണ്. ധാക്ക എന്ന് പറഞ്ഞ് ഞാൻ പാകിസ്ഥാനിലെന്ന് തെറ്റി പറഞ്ഞു, ബംഗ്ലാദേശിലാണ്. സോറി പിള്ളേർ, ക്ഷമിക്കണം. ധാക്ക എവിടെയാണ്, ബംഗ്ലാദേശിലാണ്. മുർഷിദാബാദ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലാണ്, ബോർഡർ റീജിയനാണ്. ലാഹോർ എന്ന് പറയുന്നത് പാകിസ്ഥാനിലാണ്. സൂററ്റ് ഗുജറാത്തിലാണ്. ആഗ്ര ഡൽഹിയിലാണ്. അപ്പോൾ ഡൽഹിയും ഗുജറാത്തും വേറെ രാജ്യമാണെന്ന് ചോദിക്കരുത്, അല്ല, സ്റ്റേറ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പ്രസൻറ്റ് കൺട്രീസ് എന്ന് എഴുതിയിരിക്കുന്നത്, കമൻറ്റ് ചോദിക്കരുത് സാറേ ഗുജറാത്തും ഡൽഹിയും വേറെ കൺട്രി ആണോ എന്ന്. അതല്ല, ഇതാ ഞാൻ ഉദ്ദേശിച്ച മനസ്സിലാക്കാനുള്ളൂ, സ്റ്റേറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. തീർന്നു ബോറടിക്കുകയാണെന്ന് അറിയാം. ലാസ്റ്റ് ടോപ്പിക്കാണ് കൾച്ചറൽ ഇൻ്റഗ്രേഷൻ. കൾച്ചറൽ ഇൻ്റഗ്രേഷൻ എങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ രണ്ട് സാധനങ്ങൾ നോക്കി വയ്ക്കുക. മനോഹരമായ നമ്മുടെ താജ്മഹൽ ആരാ പണി കഴിപ്പിച്ചത്, ഷാജഹാൻ. ആർക്ക് വേണ്ടിയിട്ട്, മുംതാസ് മഹലിന് വേണ്ടി സ്ഥാപിച്ച പ്രേമകുടീരം. പോയിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ പോയിട്ടുണ്ട്. ഇത് ആഗ്രയിലെ റെഡ് ഫോർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ അക്ബർ പണി കഴിപ്പിച്ചതാണ് ഈ സാധനം. നേരത്തെ ചാപ്റ്ററിൽ ആദ്യം കണ്ടത് ഷാജഹാൻ പണി കഴിപ്പിച്ചത്, അവിടെയാണ് നമ്മൾ കൊടിയൊക്കെ ഉയർത്തുന്നത്. ഇത് അതല്ല, ഇത് ആഗ്രയിൽ വേറൊന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ എന്താ നമുക്ക് നോക്കാം. ഒന്ന്, എന്താണ് ഈ കൾച്ചറൽ ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചാൽ, ഇവർ പുറത്തുനിന്ന് വന്നവരാ, അപ്പോൾ അവർക്ക് അവരുടേതായ കൾച്ചറുണ്ട്.
അവർ വന്ന ഇന്ത്യയിലോട്ട് നമുക്കാണെങ്കിൽ ഭയങ്കര കൾച്ചറുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ ഈ രണ്ട് കൾച്ചറും തമ്മിൽ എങ്ങനെയാണ് മിക്സായി പോയതെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഒന്നാണ് നോക്കിയോ, മഹാഭാരതം നമ്മുടെ ഇവിടെ അന്ന് ഹിന്ദുക്കൾക്കുണ്ടായിരുന്ന ബുക്കായിരുന്നു മഹാഭാരതം. പക്ഷേ അവരെന്ത് ചെയ്തു, അത് തന്നെ വേറെ മോശമായിട്ടൊന്നും കണ്ടില്ല. അവരതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അവർക്ക് മനസ്സിലാവുന്ന പേർഷ്യൻ ഭാഷയിലോട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോൾ തന്നെ അറിയാമല്ലോ, അതിനെയും കൂടി അവർ ഉൾപ്പെടുത്തുകയാണ്. ആരാ ട്രാൻസ്ലേറ്റ് ചെയ്തത്? ദാരാഷുക്കോ. ദാരാഷുക്കോ ആരാണ്? നമ്മുടെ ജഹാംഗീർ ഉണ്ടല്ലോ, ജഹാംഗീർ അല്ലല്ലോ, ഷാജഹാൻ്റെ മകനാണ് ആര്? ദാരാഷുക്കോ. ഈ ദാരാഷുക്കോ ആണ് എന്ത് ചെയ്യുന്നത്, മഹാഭാരതത്തിനെ പേർഷ്യൻ ഭാഷയിലോട്ട് മാറ്റുന്നത്. അപ്പോൾ എന്ത് പറ്റും, പേർഷ്യക്കാർക്ക് ഇതൊക്കെ വായിച്ച് പഠിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. ഇനി നമ്മൾ ഈ പറയുന്ന റെഡ് ഫോർട്ടും താജ്മഹാലും ഒക്കെ നമ്മൾ പണി കഴിപ്പിച്ചേക്കുന്നത് എന്താണ്? ഓക്കെ, the iconic structures like Taj Mahal and Agra Fort and Red Fort showcases the blending of traditional Indian architectural style and Persian influence. അല്ലേ, നമ്മൾ ഈ പറയുന്ന കല്ല് വെച്ച് കെട്ടുന്ന ആ ഒരു രീതിയും ഈ പറയുന്ന പേർഷ്യൻ ഡോംസും അല്ലെ ഈ പറയുന്ന മേൽക്കൂരകളും അല്ലെ നമ്മൾ മുസ്ലിം പള്ളിയിലൊക്കെ കാണുന്ന അതുപോലെ തന്നെ പേർഷ്യയിൽ നിന്ന് വരുന്നതല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള രണ്ടും സമ്മിശ്രമായിട്ടുള്ള ഒരു കെട്ടിട നിർമ്മാണ രീതി കിട്ടി. അതുപോലെ എന്ത് കിട്ടി, ഭാഷയും തമ്മിൽ പേർഷ്യയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നിട്ട് എന്ത് ചെയ്തു, ഉറുദു എന്ന് പറയുന്ന ഒരു ഭാഷ ഉണ്ടായി. നമുക്ക് ഓരോന്നായിട്ട് നോക്കിയോ, ക്രിയേഷൻ ഓഫ് ദ ഉറുദു ലാംഗ്വേജ് അല്ലേ. ഈ മുഗൾ സമയത്ത് നമ്മുടെ അന്നത്തെ ഹിന്ദിയും ഈ പറയുന്ന പേർഷ്യനും കൂടി ചേർന്നിട്ട് ഉറുദു എന്ന് പറയുന്ന ഒരു ഭാഷ, പേർഷ്യനും ഹിന്ദിയും ചേർന്നിട്ട് ഉറുദു എന്ന് പറയുന്ന ഒരു ഭാഷ എന്ത് ചെയ്തു, രൂപപ്പെട്ടു വന്നു. അതും കൾച്ചറൽ ഇൻ്റഗ്രേഷനാണ്. ഹിന്ദുസ്ഥാനി സംഗീതം നിലവിൽ വന്നു അല്ലേ. നമ്മൾ ഈ കർണാട്ടിക് സംഗീതവും ഈ പറയുന്ന പേർഷ്യൻ മ്യൂസിക്കും കൂടി ചേർന്നിട്ട് ഹിന്ദുസ്ഥാനി എന്ന് പറയുന്ന സംഗീത രീതി വന്നു. അതുപോലെ എന്താണ്, കൾച്ചറൽ ഇൻ്റഗ്രേഷനും വന്നു. ഓക്കെ, അപ്പോൾ എന്തായത് പറ്റിയത്, ഇങ്ങനെ എന്ത് പറ്റി, ഈ പറയുന്ന ഭാഷയും കൃതിയും കലയും ഒക്കെ തമ്മിൽ ചേർന്നിട്ട് ഈ പറയുന്ന മുഗൾ, പുറത്തു വന്ന മുഗളും ഇന്ത്യയിലുണ്ടായിരുന്ന ഇന്ത്യക്കാരും തമ്മിൽ നല്ല രീതിയിലൊരു ഐക്യം, നല്ല ജോയിൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്തത്, ഇവിടെ ജീവിച്ചിരുന്നത് എന്നാണ് എന്ത് ചെയ്യുന്നത്, കഥയിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് എന്ത്, നമ്മുടെ മുഗൾ സാമ്രാജ്യം എന്ന് പറയുന്നത്. ഒറ്റ ക്ലാസ് കൊണ്ട് നമ്മൾ ചാപ്റ്റർ പകുതി തീർത്തു. ഇനി വരുന്ന വിജയനഗര സാമ്രാജ്യമാണ്. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.